കാദിശ ഫുൾ ടൈം പ്രെയർ ഗ്രൂപ്പ് വിശുദ്ധ ഗ്രന്ഥം ടെസ്റ്റ് 2024 സമ്മാനദാനവും 2025 ബാച്ചിന്റെ ഉദ്ഘാടനവും പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയം മിനി ഹാളിൽ വെച്ച് നടന്നു. 24 മണിക്കൂറും രോഗികൾക്കും ഭാരപ്പെടുന്നവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഗ്രൂപ്പാണ് കാദിശ ഫുൾ ടൈം പ്രെയർ ഗ്രൂപ്പ്. ഇതിന്റെ നേതൃത്വത്തിൽ 100 ദിവസം കൊണ്ട് 100 വചനങ്ങൾ കാണാതെ പഠിക്കുന്നതിനുള്ള മത്സരം നടത്തിയിരുന്നു. മത്സരത്തിൽ 57 പേർ പങ്കെടുത്തു. പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയം മിനി ഹാളിൽ വെച്ച് ചീഫ് കോർഡിനേറ്റർ ഡീക്കൻ ഡോക്ടർ ടോണി മേദലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രക്ഷാധികാരി ജേക്കബ് കോറെബിസ്കോപ്പ ചാൽശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനേക താലന്തുകളുണ്ട്, വിവിധങ്ങളായ താലന്തുകളുണ്ട്. ഈ താലന്തുകൾ എടുത്ത് വിനിയോഗിക്കണമെന്ന് കർത്താവ് ഉപമയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. 5 താലന്ത് കൊടുത്തവൻ തിരികെ ചോദിച്ച് 10 താലന്ത് തിരികെ കൊടുത്തു. 2 താലന്ത് കൊടുത്തവൻ 4 താലന്ത് തിരികെ കൊടുത്തു. 1 കൊടുത്തവൻ അത് കുഴിച്ചിട്ടു, 1 മടക്കി കൊടുത്തപ്പോൾ അവനെ ശാസിക്കുന്നതായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ താലന്തുകൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൈക്കീഴിൽ വളർന്ന് ഈ വചനം പഠിക്കും തോറും കർത്താവുമായ ബന്ധത്തിലേക്ക് വരികയാണ്. ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകുവാൻ, രക്ഷ ലഭിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സാധിക്കുന്നത്. കോർഡിനേറ്റർ ഡോക്ടർ മിനി എൽദോസ് പ്രോഗ്രാം ലീഡ് ചെയ്തു. കോർഡിനേറ്റർ ജി മോൾ സുവിശേഷ ഗാനം ആലപിച്ചു. ജോയി PR ആശംസകൾ നേർന്നു. 47 വർഷം സുവിശേഷ മേഖലയിലും അനേക വർഷം സ്കൂൾ അധ്യാപകനായും പ്രവർത്തിച്ച KP എബ്രഹാമിനെ പൊന്നാടി മൊമന്റോയും മെഡലും നൽകി ആദരിച്ചു. 25 വർഷം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത 5000-ലധികം കുടുംബങ്ങൾക്ക് കൈത്താങ്ങു നൽകി സഹായിച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനും ജീവകാരുണ്യ പ്രവർത്തകനും ഗ്രൂപ്പിന്റെ ചീഫ് കോർഡിനേറ്ററുമായ ഡീക്കൻ ഡോക്ടർ ടോണി മേദലെ പൊന്നാടിയും മൊമന്റോയും മെഡലും നൽകി ആദരിച്ചു. 100 ദിവസം കൊണ്ട് 100 ബൈബിൾ വചനങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഈ കോഴ്സ് അതിൻ്റെ ഒരു ബാച്ച് കഴിഞ്ഞു. ആ ബാച്ചിൻ്റെ സമ്മാനദാനങ്ങളും അതിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത്. വളരെ ഉത്സാഹത്തോടു കൂടി പ്രായം വകവയ്ക്കാതെ 85 വയസ്സ് ഒക്കെ കഴിഞ്ഞ ആളുകളും ഇതിനകത്തുണ്ട്. 100 വചനങ്ങൾ കാണാതെ പറയുന്ന ആളുകൾ അവർ ഇതിനകത്തുണ്ട്. ഇനിയും രണ്ടാമത്തെ ബാച്ച് നമ്മൾ നടത്തുകയാണ്. എന്തായാലും വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു. ഇതിനകത്ത് ഒത്തിരി സ്ഥലത്തുനിന്ന് ഒത്തിരി ദൂരെ നിന്ന് ആളുകൾ കടന്നു വന്നു. വളരെ സഹകരിച്ചു. വളരെ സന്തോഷം. വിശുദ്ധ ഗ്രന്ഥം മനപ്പാഠ മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും മൊമന്റോയും സർട്ടിഫിക്കറ്റും മെഡലും നൽകി. യോഗത്തിൽ 60ഓളം പേർ പങ്കെടുത്തു. വിശുദ്ധ ഗ്രന്ഥം ടെസ്റ്റ് 2025 ബാച്ച് മാർച്ച് ആദ്യവാരത്തിൽ ആരംഭിക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.